5 മിനിറ്റ് കൂടിയുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹലോ, സെൻട്രൽ ജയിൽ. ഇത് പോലീസ് വയർലെസ് സെല്ലിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വെച്ച് നടന്ന ഒരു എക്സ്പ്ലോഷനിൽ ഉപരാഷ്ട്രപതി വൈദ്യലിംഗം ദാരുണമായി കൊല്ലപ്പെട്ടു. ഒരാഴ്ചക്കാലത്തേക്ക് ഇന്ത്യ ഒട്ടാകെ ദുഃഖാചരണം. അതുവരെ ഹൈദരുടെ എക്സിക്യൂഷൻ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവായിരിക്കുന്നു. ഹൈദരുടെ കെട്ടഴിക്കൂ. മരിച്ച മഹാന് എന്റെ പേരിൽ റീത്ത് വെച്ചേക്ക്. ഒരാഴ്ച, ഒരേ ഒരാഴ്ച. ഒരാഴ്ചയല്ല, ഈ ജന്മത്ത് ഹൈദരെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്കാവില്ല. അവൻ ഇനിയും രക്ഷപ്പെടും. അന്ന് ഞാനൊരു സത്യം ചെയ്തു തന്നില്ലേ, അത് അബദ്ധമായി പോയി. എന്ത് സത്യം? ഒന്നുമില്ല. പിന്നിപ്പോ പറഞ്ഞത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. തൂക്കിൽ നിന്ന് രക്ഷപ്പെടാൻ 10 ലക്ഷം ചെലവായി. ചെലവായാലെന്താ? പറഞ്ഞ പോലെ തന്നെ ആ പഹയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലേ. ആരുടെ കാര്യമൊക്കെ? ജുഗീന്ദർ, തമിഴ്നാട്ടിലെ ഓപ്പറേഷന് ഞാൻ ഏർപ്പെടുത്തിയ വാടക കൊലയാളി. അലി, മദ്രാസിലെ നമ്മുടെ ഏജന്റിനെ വിളിച്ച് എന്റെ വക നന്ദിയും ഒരു സ്പെഷ്യൽ സമ്മാനവും കൊടുത്തേക്ക്. ഓ, ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതപ്പ നോക്കാം. നിങ്ങൾ ബേജാറാതെ പൊയ്ക്കോ. ഒരാഴ്ച കഴിഞ്ഞ തൂക്കല്ലേ? തനിക്കെന്താ ഇത്ര സംശയം? സംശയമൊന്നുമില്ല. ഒരാരാച്ചാര് ചോദിക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും ചോദിക്കാണ്. മുഖവുരയൊന്നും വേണ്ട, കാര്യം പറ. ഹൈദരോട് ഏമാന് ഇത്രയും വിരോധം വരാൻ എന്താ കാരണം? ഇവിടെയുള്ള മറ്റു പല ഏമാന്മാരും മരക്കാരോട് പെരുമാറുന്നത് ഇങ്ങനെയല്ലല്ലോ. കാശി പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ ഓർക്കണം. ഞാൻ ഈ പോലീസ് യൂണിഫോം ഇടാൻ കാരണം ഹൈദർ മരക്കാരൻ. അയ്യോ, പോലീസിന്റെ യൂണിഫോം ഇടുന്നതിന് മുമ്പ് മറ്റൊരു യൂണിഫോം ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത്.
സെമിനാരിയിൽ പഠിക്കുന്ന ഷമ്മാശന്റെ വെളുത്ത കുപ്പായം. ആ എന്നെ ഒരു പോലീസുകാരനാക്കിയത് ഹൈദറ. ചെറുപ്പം മുതലേ പോലീസിൽ ചേരണമെന്നായിരുന്നു എന്റെ മോഹം. SI സെലക്ഷൻ വരെ കിട്ടിയതാ. അപ്പോഴാണ് അറിയുന്നത് ഇരവേലിൽ മാത്യു നരിമാൻ ആറ്റുനോട്ടുണ്ടായ എന്നെ ഒരു പട്ടക്കാരനാക്കാൻ നേർച്ചയുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചന്റെ ആഗ്രഹത്തിന് ഒടുക്കം ഞാൻ സമ്മതിച്ചു. ബൈബിൾ പഠിക്കുന്നതിനിടയിലും ഓട്ടവും ചാട്ടവും സിനിമയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അന്നും പതിവ് പോലെ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങി. ധൃതിയിൽ പോകുകയായിരുന്ന ഞാൻ റോഡിൽ വല്ലാത്ത ഒരു കാഴ്ച കണ്ടു. ജീവിതത്തിൽ ആകെ 2 പേരെ എന്റെ ദേഹത്തോട്ട് വേദനിപ്പിച്ചിട്ടുള്ളൂ. അതിലൊരാൾ എന്റെ ബിസിനസ് പാർട്ട്ണർ യൂസുഫ് ഖാൻ. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്റെ ആദ്യത്തെ കൊലപാതകം അതായിരുന്നു. രണ്ടാമത്തെ ആൾ DIG മാര, നിന്റെ ഡാഡി. ഒരിക്കൽ 24 മണിക്കൂർ എന്നെ അയാളുടെ കസ്റ്റഡി കിട്ടി. കാലിലെ പെരുവിരൽ മുതൽ ശിരസ് വരെ ഇഞ്ചിഞ്ചായി നിന്റെ ഡാഡി എന്നെ തല്ലിച്ചതച്ചു. കാലപ്പഴക്കം ചെല്ലും തോറും പ്രതികാരത്തിന് മൂർച്ച കുറയുകയാണ് പതിവ്. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ മറിച്ച 2 പ്രാവശ്യം അയാളുടെ തലയ്ക്ക് ഞാൻ ഉന്നം വെച്ചു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് നിന്റെ ഡാഡി ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. വീണ്ടും ഒന്ന് ശ്രമിച്ചാൽ ഹൈദർക്ക് അയാളെ കൊല്ലാം. വയസ്സുകാലത്ത് ആകെയുള്ള മകന്റെ മരണത്തോളം വരില്ലല്ലോ മറ്റൊരു വേദനയും പ്രതികാരവും. നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇനി നീ ജീവിച്ചിരുന്നാൽ അതെനിക്ക് ആപത്താണ്. കാരണം ഈ വിറ്റ്നസ് ആണ് നീ. അലി, നാസർ, ആരാണ് നോക്ക്. ഈ ബോർഡ് രണ്ടിടത്ത് മാറ്റിയിട്. വേഗം. മൂന്നാല് ദിവസം ആരോടും ഒന്നും ഞാൻ പറഞ്ഞില്ല. പത്രത്തിൽ ദിവസവും ഇരട്ട കൊലപാതകത്തെ കുറിച്ചുള്ള വാർത്തകൾ. ഞാൻ കണ്ട സത്യം ഏറെ നാൾ മനസ്സിൽ ഒളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആദ്യം സെമിനേരിയിലെ പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു. പിന്നീട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. എന്നെ കാണാൻ
വലിയ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ വന്നത് മറ്റൊരു